ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഡോക്ടർ അവിടേക്ക് വന്ന് സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് ഇയാളെ ഇവിടെ എത്തിച്ച വ്യക്തിയുടെ പേര് എന്തായിരുന്നു എന്ന്. അങ്ങനെ ഹരി എന്ന് പറയുന്നുണ്ട് സിസ്റ്റർ. യാഗസ്ഥലത്ത് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും എന്തോ ചെറിയ പരിക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞാണ് ജീവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. തലയ്ക്ക് കടുത്ത ആഘാതമേക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണും. ഒന്നുകിൽ എവിടെയെങ്കിലും വീണതായിരിക്കും, അല്ലെങ്കിൽ ബലമുള്ള വസ്തു കൊണ്ട് അടികൊണ്ടതായിരിക്കും. സൂക്ഷിക്കണം. ഓർമ്മയിലേക്ക് ഇയാൾ തിരിച്ചു വരുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് പറയാൻ സാധിക്കില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നു. ഇതേസമയം ജീവന് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നിത്യയെ വിവാഹം കഴിച്ച കാര്യവും പിന്നെ അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. നിത്യയുടെ മുഖവും എല്ലാം വരുന്നുണ്ട് ഓർമ്മയിൽ. നിത്യയും വിഷ്ണുവുമായിട്ടുള്ള ആ ഒരു ചെറിയ ബന്ധവും, വിഷ്ണുവിനെ കൊന്നതും, അതിൻ്റെ പേരിൽ നിത്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നു. പെട്ടെന്ന് ജീവൻ കണ്ണു തുറന്ന് ഡോക്ടറിന്റെ കഴുത്തിനെ അമർത്തിപ്പിടിക്കുന്നു. നിത്യ എവിടെ? അവൾ ചാകേണ്ടവളാണ്, എനിക്കവളെ കൊല്ലണം എന്നൊക്കെ ജീവൻ ഇങ്ങനെ പറയുന്നു. അറ്റൻഡർ അവിടേക്ക് വരുന്നു. അവൾ തെറ്റ് ചെയ്തവളാണ്, എനിക്കവിടെ പോകണം, എനിക്കവളെ കൊല്ലണം എന്നൊക്കെയാണ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ജീവൻ. അറ്റൻഡർ അവിടേക്ക് വന്നിട്ട് ജീവന്റെ കൈ ആ ബെഡിൽ കെട്ടിവെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജീവന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ഡോക്ടർ. പെട്ടെന്ന് തന്നെ ജീവൻ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ തന്നെ കെട്ടുകൾ അഴിക്കുകയും ചെയ്തു. പഴയ ഓർമ്മകൾ ഓരോന്നായി ജീവന്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അതിശക്തമായി ബാധിച്ച എന്തോ ഒന്നുണ്ട്, അതാണ് അയാളെ ഇങ്ങനെയാക്കിയത്. ഇത്തരം പേഷ്യൻസിന് 1-2 നിമിഷത്തേക്ക് അവരുടെ പഴയ ഓർമ്മകൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ഇനി ഉണർന്നാൽ അത് ഉണ്ടാകണം എന്നില്ല. മേ ബി ഇനി ബോധത്തിലേക്ക് വരുമ്പോൾ ജീവൻ എല്ലാം മറന്ന ഒരാളായിരിക്കും. മറിച്ചും സംഭവിക്കാം. എനിവേ, സിസ്റ്റർ ഇവിടെ ഉണ്ടാകണമെന്ന് പറയുന്നു. പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല ഡോക്ടർ, എത്രയോ നാളുകളായി ഞാൻ കാണുന്നതാണ്, ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് സിസ്റ്റർ പറയുന്നു. ഡോക്ടർ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സിസ്റ്റർ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടുവന്ന് ജീവന് പുതച്ചു കൊടുക്കുന്നു. ശേഷം കാണിക്കുന്നത് കല്യാണിയാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൂപ്പ, എത്ര നേരമായി ഞാൻ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്നു, എനിക്ക് വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറയുന്നു. ഞാൻ അമ്പലത്തിൽ ഫൈറ്റൊക്കെ ചെയ്ത് എൻ്റെ എനർജി മുഴുവനും പോയി, ഒന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയാണ്. അമ്മാവൻ എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കാനായി കൊണ്ടുവന്നു. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണമെന്ന് അറിഞ്ഞൂടെ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, എനിക്ക് 2 കൈയേ ഉള്ളൂ, എനിക്ക് പതുക്കെ ചെയ്യാൻ പറ്റൂ. പിന്നെ എന്തിനാ അടുക്കളയിലേക്ക് കയറിയത്, അച്ഛനുണ്ടാക്കുമായിരുന്നല്ലോ എന്ന് കല്യാണി. ഇന്നലത്തെ ഫൈറ്റിന്റെ കാര്യമല്ലേ നീ പറയുന്നത്, അത് തന്നെയാ നിന്റെ അച്ഛനും പറയുന്നത്, ഒട്ടും വയ്യെന്ന്. എന്നാൽ കല്യാണിക്ക് ആ ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിത് ഇഷ്ടമല്ലെന്ന് എന്ന് കല്യാണി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, എനിക്കിപ്പോൾ ഇതേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന്. എനിക്ക് കഴിക്കണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ കല്യാണി പറയുന്നു. കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, എണീച്ച് പോ എന്ന് പറയുന്ന നിമിഷം ഹരി അവിടേക്ക് വന്നു. എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഇത് കണ്ടോ വച്ചാ, ഇത്ര നേരമായി അപ്പൂപ്പൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിയിട്ട് എന്നിട്ടുണ്ടാക്കി കൊണ്ടുവന്നത് കണ്ടോ എന്നൊക്കെ കല്യാണി. പോട്ടെ മോളെ, നീ തൽക്കാലം ഇത് കഴിക്കുക, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേറെ ഉണ്ടാക്കാമെന്ന് ഹരി. കുറച്ച് കഴിഞ്ഞ് വെച്ച് വിളമ്പാമെന്ന് പറഞ്ഞിട്ട് ഇവൾ കാശ് കൊടുത്താൽ മാത്രം പോരാ, എന്നെ കൊണ്ട് വയ്യ. ഒരു മര്യാദയില്ലേ, ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു അതിരില്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളുടെ 2 പേരുടെയും കാര്യം നോക്കി ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, എനിക്കൊന്ന് വിശ്രമിക്കണം എന്നൊക്കെ അമ്മാവൻ ഇങ്ങനെ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഓഹോ വിശ്രമിച്ചോ, അതിനെന്താ വേണ്ടത്? അങ്ങനെ കാരണവന്മാർക്ക് വിശ്രമിക്കണമെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കാനേ ഒരു പെണ്ണ് വേണം. അങ്ങനെ ഒരുത്തി കയറി വരണമെങ്കിൽ മിനിമം നീ ഒരുത്തിയെ കല്യാണം കഴിക്കണം. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അമ്മാവൻ പറഞ്ഞു. അപ്പൂപ്പൻ്റെ ഭ്രാന്ത് തുടങ്ങിയെന്ന് കല്യാണി. അതേടി, എനിക്ക് ഭ്രാന്താ, നിന്റെയും അച്ഛൻ്റെയും മനസ്സിലൊന്നുമില്ലല്ലോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, വെറുതെ അവളോട് ദേഷ്യപ്പെടേണ്ടെന്ന്. ആര് പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്കൊരാളെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പറ്റോ ഇല്ലയോ എന്ന് അമ്മാവൻ ഹരിയോട് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ കുഞ്ഞ് വളർന്നു വരികയാണ്, മനസ്സിലായോ? കുറച്ച് കാലം കഴിയുമ്പോൾ ഇവൾക്ക് അമ്മയോട് മാത്രമായിട്ട് പറയാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നീ എന്ത് ചെയ്യും? ഹരി പറയുന്നു. എന്നിട്ട് അമ്മയില്ലാത്ത പെൺകുട്ടികളാരും വളരുന്നില്ലേ എന്ന്. ഇത് കേട്ട് അമ്മാവൻ പറയുന്നു, എന്നിട്ടേ അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നു, അവൾ ആ മതിലും ചാടിപ്പോയത്. എന്തിനും ഒരു തർക്കുത്തരം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നാൽ മാത്രം പോരാ, എന്നെ പോലുള്ളവരോട് കരുണയൊക്കെ കാണിക്കണം. ഇത്രയും നാളായിട്ട് ഒരാൾ പറയുന്നില്ലേ, അയാളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്താൽ എന്താ നിനക്ക് എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഹരി കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് അമ്മാവൻ പറയുന്നുണ്ട്. വെള്ളം കുടിച്ചതിന് ശേഷം ഹരി അമ്മാവനോട് പറയുന്നു, ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സാധിച്ചു തരാം. ഈ ആഗ്രഹം കുഴിച്ചിടുന്നതാ നല്ലത്. ഇത് കേട്ട് അമ്മാവൻ പറയുന്നുണ്ട്, അതിനേക്കാൾ നല്ലത് നീ എന്നെ അങ്ങ് കുഴിച്ചു മൂടുന്നതാ. കഴിഞ്ഞോ എന്ന് ഹരി. കഴിഞ്ഞില്ലെങ്കിൽ എന്ന് അമ്മാവൻ. കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം.
അമ്മാവൻ അവിടെ ഇരുന്നേന്ന് ഹരി. ഇന്ന് സ്കൂളിൽ ഇവൾക്ക് സമ്മാനദാനം നടക്കുന്നുണ്ട്, പോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവളെ കാണാനല്ലേ എന്നെ അമ്മാവൻ പറയുന്നുണ്ട്. വരുന്ന ആളെ കാണാനല്ല, ഇവൾക്ക് സമ്മാനം കൊടുക്കുന്നത് കാണാനാ. വരുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അവളെ എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ, അവളെ കാണാൻ ഞാൻ വരുന്നില്ല എന്നൊക്കെ അമ്മാവൻ. ഇന്ന് അവിടേക്ക് വീണ വരുന്നുണ്ട്, അത് കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇതാരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആ ചീഫ് ഗസ്റ്റിനെ കുറിച്ചാണോ? വീണ മേഡത്തെ കുറിച്ച് എന്നൊക്കെ കല്യാണി. വീണ മേഡമല്ല, വീണ ഇടവം എന്നൊക്കെ ദേഷ്യത്തോടെ അമ്മാവൻ. വീണ മേഡത്തിനോടെന്താ അപ്പൂപ്പന് ഇത്രയും വിരോധമെന്ന് കല്യാണി ചോദിച്ചു. അമ്മാവൻ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഹരി തടയുകയാണ്. അത് വേറൊന്നുമല്ല മോളെ, ഈ നാളെ മോളൊരു മാഗസിൻ നോക്കിയില്ലേ? അതിലെ കവർ ചിത്രത്തിൽ അവരായിരുന്നില്ലേ? അങ്ങനെ മോഡലിങ്ങിനേക്ക് നടക്കുന്ന പെൺകുട്ടികൾ ചീത്തയാണെന്നാ. ഞാനെന്തായാലും മോളെ കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ മോൾ എന്തായാലും ആ ചീഫ് ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം വാങ്ങിക്കും. അത് എനിക്ക് കണ്ണു നിറച്ച് കാണുകയും വേണമെന്ന് ഹരി. പോയി എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയുമില്ല അല്ലേ എന്നൊക്കെ അമ്മാവൻ. പക്ഷേ ഞാൻ വിട്ടുതരുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു തീരുമാനമാകാതെ അത്രയും പറയുമ്പോൾ തന്നെ ഹരി തിരിഞ്ഞിരിക്കുന്നു. ഡാ എന്ന് വിളിക്കുന്നുണ്ട് അമ്മാവൻ. ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ച വെള്ളം പോലും കുടിക്കത്തില്ലെന്നും ഇത് ശബ്ദമാണെന്നും പറഞ്ഞ് അമ്മാവൻ പോകുന്നു. അപ്പൂപ്പ ആർ യു സീരിയസ് എന്ന് കല്യാണി പറയുന്നു. ഐ എം സീരിയസ് എന്ന് പറഞ്ഞിട്ട് ഞാനീ പറഞ്ഞത് സത്യമാണ്. പട്ടിണി കിടന്ന് ചത്താലും ശരി, ഞാനൊരു ജലപാനം പോലും ഈ വീട്ടിൽ നിന്ന് കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും കാണാം എന്ന് പറഞ്ഞ അമ്മാവൻ പോകുന്നു. ഇത് കണ്ടിട്ട് കല്യാണി ചിരിക്കുകയാണ്. നീ ഇരുന്ന് കഴിച്ചോ, അപ്പൂപ്പനെ കഴിപ്പിക്കേണ്ട മാർഗം അച്ഛൻ അറിയാമെന്നും ഹരി പറയുന്നു. അമ്മാവൻ വരുന്നുണ്ടോ എന്ന് ഹരി അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അമ്മാവൻ അവിടെ നിന്ന് മറുപടി പറയുന്നു, വരുന്നുണ്ട് നിന്റെ കല്യാണത്തിന്. ഇത് കേട്ട് ചിരിക്കുകയാണ് കല്യാണിയും ഹരിയും. തുടർന്ന് സുജാതയും നിത്യയും സംസാരിക്കുകയാണ്. സുജാത നിത്യയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്, അല്പം സീരിയസ് ആണ്. അത് വീട്ടിൽ വെച്ച് പറഞ്ഞൂടെ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, വീട്ടിൽ വെച്ച് പറഞ്ഞാൽ നിഷേധിക്കാൻ നിനക്ക് എളുപ്പമാണല്ലോ അല്ലേ? മോളുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ച് നാളായി. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. ഓർമ്മയുണ്ടോ നിനക്ക് ജോലിയെ പെണ്ണ് കാണാൻ വന്ന ആളുകൾ എന്ത് പറഞ്ഞ് ഇറങ്ങിപ്പോയതെന്ന്? അന്ന് അത് പറഞ്ഞ് കരഞ്ഞ് നീ എന്നോട് എന്താ പറഞ്ഞത്? ജോലിക്ക് ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി നീ എന്തിനും തയ്യാറാണെന്ന് അല്ലേ? ഒരു വിവാഹം കഴിക്കാമെന്നല്ലേ? എന്നിട്ട് ആ കാര്യത്തിൽ നിന്ന് നീ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? അമ്മയ്ക്ക് എന്നെ മനസ്സിലാകാഞ്ഞിട്ടല്ലോ ജീവനെ കണ്ടു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ? അമ്മ ഇത് വിശ്വസിക്കാത്തതാണോ അതോ വിശ്വസിച്ചില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതാണോ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, ഇനിയും ഈ കാര്യങ്ങളല്ല പറയേണ്ടത്. നിന്റെ വിവാഹം നടത്തണമെന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമല്ല, രഘുവേട്ടന് കൂടി അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ സ്വപ്നത്തിൽ വന്നത് പറഞ്ഞോ? ഇത്രയും വർഷമായിട്ട് അച്ഛൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയില്ലേ? പിന്നെ എവിടുന്ന് അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തും പറയാമെന്നാണോ എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അല്ല മോളെ, അച്ഛൻ എന്നെ കണ്ടിരുന്നു നമ്മൾ യാഗത്തിന് പോകുന്ന ആ അമ്പലത്തിൽ വെച്ച്. കള്ളം. അങ്ങനെ അച്ഛനെ കണ്ടിരുന്നെങ്കിൽ അമ്മ ഞങ്ങളോട് പറയായിരുന്നില്ലേ? അന്ന് അമ്മയെ മാത്രം കണ്ട് അച്ഛൻ തിരിച്ചു പോയോ? ഞങ്ങളെ ആരെയും കാണണമെന്ന് തോന്നിയില്ലേ? അപ്പോൾ നീ വിശ്വസിക്കില്ല അല്ലേ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, ഇത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. ശരിയെന്ന് പറഞ്ഞ് സുജാത രഘുവിനെ ഫോൺ ചെയ്തു. നിത്യ എൻ്റെ കൂടെയുണ്ടോ, ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സുജാത രഘുവിനെ വിളിച്ച് നിത്യയ്ക്ക് കൊടുത്തു. വിശ്വസിക്കാനാകാതെ ഫോൺ ചെയ്യുകയാണ് നിത്യ. അച്ഛനാ മോളെ യാഗസ്ഥലത്ത് വെച്ച് മോളെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അത് കേട്ട് നിൽക്കുകയാണ് നിത്യ. അച്ഛനെ കണ്ടു എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് സുജാത. മോളെ എന്താ അച്ഛൻ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. എന്തിനാ അമ്മ അങ്ങനെ ഒരു തീരുമാനം? അച്ഛൻ എല്ലാം അറിഞ്ഞു, എല്ലാം ക്ഷമിച്ചു. ഇനി അച്ഛനെ വിളിച്ചുകൂടെ, നമ്മുടെ കൂടെ താമസിപ്പിച്ചുകൂടെ എന്ന് നിത്യ. ഇല്ല, അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ഇത്രയും കാലം രഘുവേട്ടനിൽ നിന്നും ഒളിച്ചു നടന്നത്, ഇപ്പോൾ കണ്ടിട്ട് പോലും ഒന്നിച്ച് ചേരാത്തതും നിനക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ജ്യോതിക്കൊരു ഭാവി ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും ഒന്നിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് ജലപാനം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പോവുകയാണ് സുജാത. നിത്യയ്ക്കാണെങ്കിൽ ഇനി ഒന്നും പറയാനും സാധിക്കുന്നില്ല. ശേഷം കാണിക്കുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ് നിത്യ. വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. അവിടേക്ക് തുണികൾ എടുക്കാൻ വന്നിരിക്കുകയാണ് ഹരിയാണെങ്കിൽ നിത്യ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്നു. നിത്യയോട് കാര്യം തിരക്കുകയാണ്. നിത്യ ഇങ്ങനെ ഹരിയെ നോക്കി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.